ഈ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് അല്ലാതെ ഹൈ ഓൾട്ടിറ്റ്യൂഡിലും അതേപോലെ തന്നെ ഡീപ്പ് സീയിലൊക്കെ പോകുമ്പോൾ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം തന്നെ ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം നടത്തും. ആ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ ഇനി പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഇഫക്റ്റ് ഓഫ് certain factors, especially geographical factors. അതാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ വരുന്നതാണ് എക്ലിമറ്റൈസേഷൻ എന്ന് പറയും. അതായത് ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ പോകുന്ന സമയത്ത് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ബോഡി മൊത്തമായിട്ട് വരുത്തുന്ന ചേഞ്ചസിനെയാണ് എക്ലിമറ്റൈസേഷൻ എന്ന് പറയുന്നത്. അഡാപ്റ്റേഷൻസ് ഓർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓഫ് ദ ബോഡി അറ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ്. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ എന്തൊക്കെ അഡാപ്റ്റേഷൻസ് ആണ് ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ പോകുമ്പോൾ നമ്മുടെ ബോഡി ചെയ്യുന്നത്, അതാണ് നമ്മളിവിടെ പറയുന്നത്. എന്തൊക്കെയാണ് ചേഞ്ചസ്? ഇൻക്രീസ് ഇൻ RBC കൗണ്ട് ആൻഡ് PCV, പാക്ഡ് സെൽ വോളിയം. അതറിയാം, ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ പോകുമ്പോൾ ഹൈപ്പോക്സിയ ഉണ്ടാവും. അപ്പോൾ എറിത്രോപോയിറ്റിൻ റിലീസൊക്കെ ഉണ്ടായിട്ട് RBC കൗണ്ട് ഇൻക്രീസ് ചെയ്യും. Then increases heart rate and force of contraction of heart. Hypoxia induced vasodilatation increases the blood flow to the vital organs like liver, kidney, brain, etc. അപ്പോൾ ഹാർട്ട് റേറ്റും ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ ഒക്കെ ഇൻക്രീസ് ചെയ്യും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ പോകുമ്പോൾ ഹൈപ്പോക്സിയ ഉണ്ടാകുമ്പോൾ ബ്ലഡ് വെസൽസ് ഒക്കെ ഡയലേറ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ എല്ലാ ഓർഗൻസിലേക്കും കൂടുതൽ ബ്ലഡ് ഫ്ലോ ഉണ്ടായിരിക്കും. ഇൻക്രീസ് ഇൻ പൾമണറി വെന്റിലേഷൻ ഡ്യൂ ടു സ്റ്റിമുലേഷൻ ഓഫ് കീമോറിസെപ്റ്റേഴ്സ്. നല്ലപോലെ ബ്രീത്തിങ് റേറ്റ് എല്ലാം ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന കണ്ടീഷനാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഇനിയുള്ളത് ഡീപ്പ് സീയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന കണ്ടീഷൻ. ഹൈ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ സീ ലെവലിൽ നിന്നും മുകളിലേക്ക് പോകുന്നതാണ് ഹൈ ഓൾട്ടിറ്റ്യൂഡ്. അപ്പോൾ സീ ലെവലിൽ നിന്ന് താഴത്തേക്ക് വരുന്നതാണ് ഈ ഒരു കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് കോൾഡ് ഡിസ്ബാരിസം. ഇപ്പോൾ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ പോകുമ്പോൾ ശരിക്കും ബോഡി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് നടക്കുന്നത്. പക്ഷേ ഇവിടെ ഡിസ്ബാരിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അല്ല, ബോഡിക്ക് ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളാണ്. സോ ഡിസ്ബാരിസം ഇസ് അതർവൈസ് നോൺ ആസ് ഡീകംപ്രഷൻ സിക്നെസ്. അതായത് നമ്മളിപ്പോൾ ഡീപ്പ് സീയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ശരിക്കും ആ ഒരു ഹൈ പ്രഷർ കാരണം നമുക്കൊരു കംപ്രഷൻ നല്ലപോലെ ഫീൽ ചെയ്യും. ബോഡിയുടെ മുകളിൽ നല്ലൊരു കംപ്രഷൻ ഫീൽ ചെയ്യും. അപ്പോൾ ഈ കംപ്രഷൻ അതിനകത്തുള്ള സെൽസിനെയും കൂടിയും എഫക്റ്റ് ചെയ്യും. സെൽസും ഇങ്ങനെ ഒടിഞ്ഞു മടങ്ങിയിരിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ നല്ലപോലെ ഇങ്ങനെ കംപ്രസ് ചെയ്ത് വെച്ച രീതിയിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സാധാരണ ഉണ്ടാവുന്ന ആ ഒരു ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസസ് കൂടാതെ വേറെയും ചില ഗ്യാസസ് അവിടെ ഡെവലപ്പ് ചെയ്യാമെന്ന് മാത്രമല്ല അവരവിടെ ഉണ്ടായിരിക്കും, ട്രാപ്ഡ് ആയിരിക്കും. പിന്നീട് നമ്മൾ ഡീപ്പ് സീ ലെവലിൽ നിന്നും നോർമൽ സീ ലെവലിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇത് ബബിൾസ് ആയിട്ട് നമ്മുടെ സെൽസിനകത്ത് നിന്നും പുറത്തേക്ക് ചാടി വരും. ഇപ്പോൾ നമ്മൾ വെള്ളത്തിനകത്ത് പോയിട്ട് അതിനകത്ത് ഇപ്പോൾ നമ്മൾ ഇത് കൂടെ ഓക്സിജൻ മാസ്കിൽ കൂടെ ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് ബബിൾസ് ആയിട്ടല്ലേ വെള്ളത്തിൻ്റെ മുകളിലേക്ക് വരുന്നത്. അതേപോലത്തെ കണ്ടീഷൻ നമ്മുടെ സെൽസിനകത്ത് ചില ഇതിൻ്റെ ഫോർമേഷൻ കാരണം, ഗേഷ്യസ് ഫോർമേഷൻ കാരണം അവിടെ ബബിൾസ് ആയിട്ട് ഫോം ചെയ്യും. അപ്പോൾ ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ് ഡീകംപ്രഷൻ സിക്നെസ് ഓർ ഡിസ്ബാരിസം എന്ന് പറയുന്നത്. Otherwise known as decompression sickness, occurs when a person comes back to normal atmospheric pressure from an area of high atmospheric pressure like deep sea. Cause compression of gases in the body due to high barometric pressure at deep sea. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ആ ഒരു ഇത് ഗ്യാസ് എന്ന് പറയുന്നത് നൈട്രോജൻ ആണ്. സോ നൈട്രോജൻ ഇൻ ദ ബോഡി ഡിസോൾവ്സ് ഇൻ ദ സെൽസ് ബീങ് ഫാറ്റ് സോളിബിൾ. നൈട്രോജൻ എന്ന് പറയുന്ന ഒരു ഫാറ്റ് സോളിബിൾ ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ്. സോ അത് സെൽസിനകത്ത് അത് ഡിസോൾവ് ചെയ്യും ആൻഡ് ഗെറ്റ്സ് ഡീകംപ്രസ്ഡ് ആൻഡ് എസ്കേപ്സ് ഫ്രം ദ ടിഷ്യൂസ് വെൻ ദ പേഴ്സൺ കംസ് ബാക്ക് ടു നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. തിരിച്ച് നമ്മൾ വരുമ്പോഴാണ് അത് വരെ അതിനകത്ത് ഫോം ചെയ്തത് കംപ്രസ് ചെയ്തിരിക്കുകയായിരുന്നു. നമ്മൾ നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലേക്ക് വരുമ്പോൾ നമ്മുടെ സെൽസ് എല്ലാം നോർമൽ ഷേപ്പിലേക്കൊക്കെ വരുന്ന സമയത്ത് ഈ നൈട്രോജൻ ഡീകംപ്രസ്ഡ് ആവും. അപ്പോൾ അങ്ങനെയാവുമ്പോൾ ഇറ്റ് ഫോംസ് ബബിൾസ് വൈൽ എസ്കേപ്പിംഗ് ആൻഡ് ഒബ്സ്ട്രക്റ്റ് എയർ ഫ്ലോനെ അവിടെ ഇവിടെയൊക്കെ അത് ബ്ലോക്ക് ചെയ്യും. അങ്ങനെയാകുമ്പോൾ അവർക്ക് ആ ഒരു ശ്വാസമുട്ടും കാര്യങ്ങളൊക്കെ വരും. ഇപ്പോൾ നമ്മൾ തന്നെ വെള്ളത്തിൻ്റെ അടിയിൽ കുറച്ച് നേരം പോയി നിന്ന് എന്താ പറയുക, ഇപ്പോൾ മാസ്കൊക്കെ ആയിട്ട് തന്നെയാണെങ്കിൽ പോലും തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ ഫീൽ ചെയ്യും. അതിൻ്റെ റീസൺ ഇതാണ്. ഇറ്റ് ഈസ് കോൾഡ് ഡിസ്ബാരിസം. ഇനി അതല്ലാതെ ഉള്ള മറ്റ് ചില നോർമലായിട്ട് നമ്മൾ കേട്ടുവരുന്ന ചില റെസ്പിറേറ്ററി ഡിസോർഡർ ടേംസ് ആണ്. ഒന്ന് വരുന്നത് ഡിസ്നിയ.
ഡിസ്നിയ എന്നാണ് ഇതിനെ പറയാം. ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്, ഒക്കേഴ്സ് ഇൻ ന്യൂമോണിയ, പൾമണറി എഡിമ, ന്യൂമോതൊറാക്സ് എക്സെട്ര. പൾമണറി എഡിമ എന്ന് പറഞ്ഞാൽ ലങ്സിനകത്ത് നീര് കെട്ടുന്നതാണ്. ന്യൂമോതൊറാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്ലൂറൽ ലെയേഴ്സിനകത്ത് എയർ ഫില്ലാവുന്നതുമാണ്. ദെൻ ഹൈപ്പർ ആപ്നിയ, increase in pulmonary ventilation due to increase in the rate and force of respiration. Hyperventilation, that is abnormal increase in rate and force of respiration, which often leads to dizziness and chest pain. ഭയങ്കരമായിട്ട് നമ്മൾ ശ്വാസം എടുക്കുകയും വിടുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കണ്ടീഷനാണ് ഹൈപ്പർ വെന്റിലേഷൻ. ദെൻ ആപ്നിയ, ടെമ്പററി അറസ്റ്റ് ഓഫ് ബ്രീത്തിങ്. ടാക്കിപ്നിയ ഓർ ടാക്കിപ്നിയ എന്നും പറയാറുണ്ട്. ഇൻക്രീസ് ഇൻ ദ റേറ്റ് ഓഫ് റെസ്പിറേഷൻ, ഭയങ്കരമായിട്ട് സ്പീഡിൽ നമ്മൾ ശ്വാസം എടുക്കുന്നതിനെയൊക്കെയാണ് ടാക്കിപ്നിയ എന്നും പറയുന്നത്. അപ്പോൾ ഇത്രയാണ് റെസ്പിറേറ്ററി ഇതിൽ വരുന്ന ബാക്കിയുള്ള ചില ടേംസ്. സോ ഇത്രയുമാണ് അബൌട്ട് ഡിസോർഡേഴ്സ് ആൻഡ് റെസ്പിറേറ്ററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എക്സെട്ര. പിന്നെയുള്ളത് ഇതൊരു അബ്നോർമൽ ടൈപ്പ് ഓഫ് ബ്രീത്തിങ് ആണ്, പീരിയോഡിക് ബ്രീത്തിങ് എന്നും പറയും. ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. abnormal rhythm of respiration ആണ് periodic breathing എന്ന് പറയുന്നത്. And it is of two types. Keinstocks breathing characterized by rhythmic hyperapnea and apnea. ഇപ്പോൾ ഈ കൂർക്കം വലിക്കുന്നത് സ്നോറിങ് എന്ന് പറയുന്ന കണ്ടീഷൻ, അത് ശരിക്കും പറഞ്ഞാൽ ഒരു നോർമൽ ഇതല്ല. റെസ്പിറേറ്ററി ട്രാക്റ്റിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു ചെറിയ ബ്ലോക്കൊക്കെ വരുമ്പോഴാണ് ആ ഒരു സ്നോറിങ് മെക്കാനിസം ഉണ്ടാവുന്നത്. ക്യാരക്ടറൈസ്ഡ് ബൈ rhythmic ഹൈപ്പർ ആപ്നിയ, അതായത് ഡീപ്പായിട്ടുള്ള നല്ല ശ്വാസം എടുക്കുന്നു. അപ്പോൾ സ്നോറിങ്, ഈ കൂർക്കം വലിക്കുന്നത് ആലോചിച്ചാൽ മതി, കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഡീപ്പായിട്ട് ശ്വാസം എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ട്രക്ക് മുകളിലേക്ക് കയറി പോകുന്നത് പോലെയുള്ളൊരു ഉയർന്നൊരു ശബ്ദം. അത് കഴിഞ്ഞ് കുറച്ച് നേരത്തേക്ക് ശ്വാസം എടുക്കുകയോ വിടുകയോ ഒന്നും ചെയ്യാത്തൊരു കണ്ടീഷൻ, സ്റ്റോപ്പായതുപോലെ. പിന്നെ അത് തിരിച്ച് താഴത്തേക്ക് വരുന്നു. അപ്പോൾ താഴത്തേക്ക് വരുന്ന ഒരു കണ്ടീഷനില്ല. ക്യാരക്ടറൈസ്ഡ് ബൈ റിതമിക് ഹൈപ്പർ ആപ്നിയ. ഹൈപ്പർ ആപ്നിയ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് റെസ്പിറേഷനാണ്. ആൻഡ് ആപ്നിയ, അതായത് സ്റ്റോപ്പേജ്, ടെമ്പററി അറസ്റ്റ് ഓഫ് റെസ്പിറേഷൻ. അതാണ് കൈൻസ്റ്റോക്സ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സീൻ ഡ്യൂറിങ് ഡീപ്പ് സ്ലീപ്പ്. അത് സ്നോറിങ്ങിൻ്റെ ഒരു എക്സാമ്പിളാണ് അത് പറയുന്നത്. പിന്നെ വരുന്നത് ബയോട്സ് ബ്രീത്തിങ്, ക്യാരക്ടറൈസ്ഡ് ബൈ ആപ്നിയ ആൻഡ് ഹൈപ്പർ ആപ്നിയ. അത് ബ്രെയിനിലുള്ള ചില ലീഷൻസ് കാരണം ഉണ്ടാകുന്ന, അതായത് ആദ്യം റെസ്പിറേഷനൊന്നും ഉണ്ടായിരിക്കില്ല, പിന്നെ പെട്ടെന്ന് ഡീപ്പായിട്ട് ശ്വാസം എടുക്കുന്ന രീതിയിൽ. ചിലർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതായത് കുറച്ച് നേരത്തേക്ക് ശ്വാസം ഇല്ലാതെ പിന്നെ ഡീപ്പായിട്ട് എന്നും പറഞ്ഞാൽ വലിച്ചെടുക്കുന്ന ഒരു കണ്ടീഷൻ. അതാണ് ബയോട്സ് ബ്രീത്തിങ് എന്നും പറയുന്നത്. അങ്ങനെ ഇത് രണ്ടെണ്ണം ആണ് മെയിനായിട്ട് വരുന്ന പീരിയോഡിക് ബ്രീത്തിങ് ഓർ അബ്നോർമൽ റിതം ഓഫ് റെസ്പിറേഷൻ. ഓക്കെ, ജസ്റ്റ് അറിയാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ആൻഡ് ദ ലാസ്റ്റ് ടോപ്പിക് ഇൻ റെസ്പിറേറ്ററി സിസ്റ്റം ഈസ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. അപ്പോൾ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ, അതായത് നോർമലായിട്ട് നമുക്ക് റെസ്പിറേഷൻ ബുദ്ധിമുട്ടാവുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ഒരു എയ്ഡ്സ് അല്ലെങ്കിൽ ഹെൽപ്പ്, അതാണ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ആൻഡ് it is of two types, manual method and mechanical method. മാനുവൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പേര് തന്നെ അണ്ടർസ്റ്റുഡ് ആണ്, നമ്മൾ തന്നെ മാനുവലി ചെയ്യുന്നതാണ് മാനുവൽ മെത്തേഡ് എന്ന് പറയുന്നത്. മെക്കാനിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇൻസ്ട്രുമെൻസിൻ്റെ യൂസേജോടുകൂടി അല്ലെങ്കിൽ ഹെൽപ്പോട് കൂടിയിട്ട് നടത്തുന്ന റെസ്പിറേഷൻ. അപ്പോൾ മാനുവൽ മെത്തേഡ്സിൽ വരുന്ന രണ്ടെണ്ണമാണ് മൗത്ത് ടു മൗത്ത് മെത്തേഡ് ആൻഡ് ബാക്ക് പ്രഷർ ആം ലിഫ്റ്റ് മെത്തേഡ്, വിച്ച് ഇസ് അതർവൈസ് നോൺ ആസ് ഹോൾജർ-നീൽസൺ മെത്തേഡ്. ഇങ്ങനെ രണ്ടെണ്ണം. ആൻഡ് മെക്കാനിക്കൽ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ഡ്രിങ്കേഴ്സ് മെത്തേഡ് ആൻഡ് വെന്റിലേഷൻ മെത്തേഡ്. സോ മൗത്ത് ടു മൗത്ത് റെസ്പിറേഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്താണ് അതെന്നുള്ളത്. ഇങ്ങനെയാണ് മൗത്ത് ടു മൗത്ത് റെസ്പിറേഷൻ വരുന്നത്. സോ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു പേഷ്യൻറ്റ് ശരിക്കും പറഞ്ഞാൽ ടോട്ടലി അൺകോൺഷ്യസ് ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് ആദ്യം ആ പേഷ്യൻറ്റിൻ്റെ തല നല്ലപോലെ നമ്മൾ ഫ്ലാറ്റായിട്ടൊരു സർഫസിൽ പേഷ്യൻറ്റിനെ കിടത്തുക. അതിനുശേഷം ഈ ഹെഡിൻ്റെ പൊസിഷൻ ഇങ്ങനെ ആയിരിക്കണം, തല നല്ലപോലെ ഈ ഫോർ ഹെഡിനെ താഴ്ത്തി ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു ചിൻ ഏരിയനെ നല്ലപോലെ റേസ് ചെയ്ത് വെക്കണം. അതിനുശേഷം ആ പേഷ്യൻറ്റിൻ്റെ മൂക്ക് പ്രസ് ചെയ്തിട്ട്, ഇപ്പോൾ ഇത് റെസിപ്പിയൻറ്റ്, ഇത് ഡോണർ. അപ്പോൾ ഡോണർ നല്ല ഡീപ്പായിട്ട് ശ്വാസം എടുത്ത ശേഷം റെസിപ്പിയൻറ്റിന് മൂക്ക് പ്രസ് ചെയ്തിട്ട് ഓപ്പൺഡ് മൗത്തിൽ കൂടെ, റെസിപ്പിയൻ്റെ ഓപ്പൺഡ് മൗത്തിൽ കൂടെ ഡോണർ ആളുടെ എക്സ്പയർഡ് എയർ ആണ് ലങ്സിലേക്ക് കൊടുക്കുന്നത്.
അപ്പോൾ അങ്ങനെ നമ്മൾ എക്സ്പയർഡ് എയർ കൊടുക്കുമ്പോൾ ലങ്സ് സ്വാഭാവികമായിട്ടും അതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് നിറയും, അതൊരു കാര്യം. പിന്നെ ലങ്സ് നല്ലപോലെ എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യും. സോ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ അത് റെസ്പിറേറ്ററി സെൻറ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യും ആൻഡ് ചെസ്റ്റ് എക്സ്പാൻഷൻ കൊണ്ട് അവിടെയുള്ള സ്ട്രെച്ച് റിസെപ്റ്റേഴ്സും സ്റ്റിമുലേറ്റഡ് ആവും. അപ്പോൾ അങ്ങനെയാവുമ്പോൾ എന്താ പറയുക, ലങ്സ് നല്ലപോലെ എക്സ്പാൻഡ് ചെയ്തിട്ട് റെസ്പിറേഷൻ നോർമൽ റേറ്റിലേക്ക് വരും. അതാണ് മൗത്ത് ടു മൗത്ത് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ബലൂണിനകത്ത് എയർ ഫില്ല് ചെയ്യുന്നൊരു ഒരു പരിപാടിയില്ലേ, അതേപോലെ തന്നെ ഈ പേഷ്യൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു റെസിപ്പിയൻറ്റിൻ്റെ ലങ്സിനെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്തേക്ക് എയർ കൊടുത്തു വിടുന്നത് തന്നെയാണ് മൗത്ത് ടു മൗത്ത് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്ന മറ്റൊരു മാനുവൽ മെത്തേഡാണ് ബാക്ക് പ്രഷർ ആം ലിഫ്റ്റ് മെത്തേഡ് ഓർ ഹോൾജർ നീൽസൺ മെത്തേഡ്. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻറ്റിനെ ആദ്യം നമ്മൾ കമഴ്ത്തി കിടത്തും, പ്രോൺ പൊസിഷനിൽ കിടത്തും. അങ്ങനെ കിടത്തിയതിന് ശേഷം പേഷ്യൻറ്റിൻ്റെ എന്താ പറയുക, ആംസ് ആദ്യം 2 സൈഡിലേക്കും നീക്കി വയ്ക്കും. അതിനുശേഷം ആ ഒരു ചെയ്യുന്ന പ്രാക്ടീഷണർ അല്ലെങ്കിൽ റെസിപ്പിയൻ്റ് ആരാണോ, ഡോണർ ആരാണോ, ഇവിടെ ഡോണർ റെസിപ്പിയൻ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പേഷ്യൻറ്റും അതിൻ്റെ ആ ഒരു പ്രാക്ടീഷണറിനെ പറയാൻ പറ്റുള്ളൂ. സോ പേഷ്യൻറ്റിനെ കമത്തി കിടത്തിയിട്ട് ആദ്യം ആംസ് 2 സൈഡിലേക്ക്, ലാറ്ററൽ സൈഡ്സിലേക്ക് നീക്കി വെച്ചതിന് ശേഷം ആ പ്രാക്ടീഷണർ പേഷ്യൻറ്റിൻ്റെ ബാക്കിൽ, എസ്പെഷ്യലി ആ ലങ്സിൻ്റെ ആ ഒരു പൊസിഷനായിട്ട് അവിടെ തന്നെ വെച്ചിട്ട് നല്ല പോലെ ഇങ്ങനെ പ്രസ് ചെയ്യും. കമത്തി കിടത്തിയിട്ട് നമ്മൾ ഈ CPR എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്, കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് അത് മലർത്തി കിടത്തിയിട്ട് ചെസ്റ്റിൻ്റെ മുകളിൽ കംപ്രഷൻസ് നടത്തുന്നതാണ്. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കമത്തി കിടത്തിയിട്ട് ലങ്സിൻ്റെ മുകളിൽ കംപ്രഷൻ നടത്തുന്നു. അപ്പോൾ അങ്ങനെ കംപ്രഷൻ നടത്തി 2 തവണ കംപ്രഷൻ നടത്തിയ ശേഷം പേഷ്യൻറ്റിൻ്റെ സൈഡിലേക്ക് വെച്ചിട്ടുള്ള ആ ഒരു ആം അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ച് മുകളിലേക്ക് വലിച്ച് ആ ലങ്സിനൊന്ന് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പേഷ്യൻറ്റിനെ കൈ എടുത്തിട്ട് അല്ലെങ്കിൽ ആംസ് എടുത്ത് കുറച്ചൊന്ന് വലിച്ച് നല്ലപോലെ വലിച്ചതിന് ശേഷം വീണ്ടും അതിനെ നോർമൽ പൊസിഷൻ, മുന്നത്തെ വെച്ച പൊസിഷനിലേക്ക് വെച്ചിട്ട് ആ ചെസ്റ്റ് ഭാഗം അല്ലെങ്കിൽ ആ ഒരു ബാക്ക് ഭാഗം നല്ലപോലെ ഒന്ന് കംപ്രസ് ചെയ്യും. ഇതാണ് ബാക്ക് പ്രഷർ ആം ലിഫ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ ലങ്സ് നല്ലപോലെ കംപ്രസ്ഡ് ആവുകയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് മാനുവൽ മെത്തേഡ്സ് എന്ന് പറയുന്നത്. മെക്കാനിക്കൽ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ആദ്യം വരുന്നത് ഡ്രിങ്കേഴ്സ് മെത്തേഡ്. അപ്പോൾ ഡ്രിങ്കേഴ്സ് മെത്തേഡിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പേഷ്യൻറ്റിനെ ആദ്യം കിടത്തുന്നത് അതിൻ്റെ ഹെഡ് മാത്രം പുറത്തേക്ക് വെച്ചിട്ട് ബാക്കി ബോഡി പോർഷൻ എല്ലാം തന്നെ ഒരു എയർ ഫിൽഡ് ചേമ്പറിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കും. അതിനകത്ത് നല്ല ഹൈ പ്രഷറിൽ എയറും ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്, നമ്മളിപ്പോൾ ചെസ്റ്റ് കംപ്രഷൻസോ അല്ലെങ്കിൽ ബാക്ക് കംപ്രഷൻസോ നടത്തുന്നതിന് പകരം, നമ്മൾ മാനുവലി നടത്തുന്നതിന് പകരം അവിടെ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയിട്ട് പ്രഷർ വേരിയേഷൻസ് വരുത്തിക്കുന്നു. സോ അതിനകത്ത് ഒരു നെഗറ്റീവ് പ്രഷർ ഡെവലപ്പ്, ഈ ഡയഫ്രത്തിൽ കൂടെ ഡയഫ്രത്തിനെ പിടിച്ച് വലിക്കുന്ന സമയത്ത് അതിനകത്തൊരു നെഗറ്റീവ് പ്രഷർ ഡെവലപ്പ് ചെയ്യും. ആ നെഗറ്റീവ് പ്രഷർ ഉണ്ടാകുമ്പോൾ ചെസ്റ്റ് നല്ലപോലെ അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യും. അതാണ് ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. ചെസ്റ്റ് നല്ലപോലെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ലങ്സും നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്യും. സോ ആ എക്സ്പാൻഷൻ കാരണം പുറത്തുനിന്ന് എയർ ആ നേസൽ ആൻഡ് മൗത്തിൽ കൂടെ, നേസൽ ഏരിയ ആൻഡ് മൗത്തിൽ കൂടെ എയർ നല്ലപോലെ ലങ്സിനകത്തേക്ക് എൻട്രി ചെയ്യാനായിട്ട് അതൊരു പാസേജ് കൊടുക്കും. പിന്നെ അതിനുശേഷം ആ ഒരു ഡയഫ്രം വീണ്ടും റിലീസ് ചെയ്യുമ്പോൾ അതിനകത്തൊരു പോസിറ്റീവ് പ്രഷർ ഡെവലപ്പ് ചെയ്യും. സോ ഇതിൻ്റെ മുകളിൽ ലങ്സ് തിരിച്ച് അതിൻ്റെ നോർമൽ സ്റ്റേജിലേക്ക് വരുമ്പോൾ അതിനകത്ത് ആ കംപ്രഷൻ സംഭവിക്കും. എയർ ഈ പറഞ്ഞ മൂക്കും വായിൽ കൂടെയും പുറത്തേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനൊരു പ്രഷർ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയിട്ട് ചെസ്റ്റിനെ കംപ്രസ് ചെയ്തുകൊണ്ട് റെസ്പിറേറ്ററി റേറ്റ് നോർമലായിട്ട് കൊണ്ടുവരുന്നതാണ് ഡ്രിങ്കേഴ്സ് മെത്തേഡ്. ഇതങ്ങനെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറൊന്നുമില്ല, എന്നാലും ചെയ്യുന്നൊരു മെത്തേഡാണ്. വേഴ്സ്റ്റ് കേസിൽ ഇപ്പോൾ ചിലർക്ക് ഈ വെന്റിലേറ്റർ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ ഡ്രിങ്കേഴ്സ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് വെന്റിലേറ്റർ മെത്തേഡ്. വെന്റിലേറ്റർ മെത്തേഡ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്ന സാധനമാണ്. മൂക്കിൽ കൂടെയോ അല്ലെങ്കിൽ മൂക്കും വായും കൂടെ കവർ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ഡയഫ്രം വെച്ചിട്ട് ആ ഒരു റെസ്പിറേഷൻ ഇതാക്കുന്ന ഓക്സിജൻ ടാങ്കിലേക്ക് ഇതിനെ കണക്ട് ചെയ്യുക, ഓക്സിജൻ സിലിണ്ടറിലേക്ക് ഈ പൈപ്പിനെ കണക്ട് ചെയ്തിട്ട് ആ ഒരു നേസൽ പാർട്ട് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു മാസ്ക് വെക്കുന്നതാണ് വെന്റിലേറ്റർ മെത്തേഡ്. അപ്പോൾ അത് ഇങ്ങനെയുള്ളൊരു ഫുള്ളായിട്ട് മൂക്കും വായും കൂടി ഒരുമിച്ച് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഇതുമുണ്ട്. പിന്നെ അല്ലെങ്കിൽ നേസൽ ട്യൂബ്സ് വെച്ചിട്ട് മൂക്കിലേക്ക് മാത്രം ട്യൂബ് ഇൻസേർട്ട് ചെയ്തിട്ട് വെക്കുന്ന അങ്ങനെയും ഒരു സംഭവമുണ്ട്. എന്താണെങ്കിലും ഇങ്ങനെ ഒരു ഓക്സിജൻ ടാങ്കിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു മാസ്ക് വെച്ചിട്ടുണ്ടാകുന്ന റെസ്പിറേഷനാണ് വെന്റിലേറ്റർ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ദ ടൈപ്സ് ഓഫ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ.
And with this, we come to an end of respiratory system. So, thank you.